പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളെ ഉള്ളായിരുന്നു. ഇപ്പം എവിടെ ചെന്നാലും വാതൊക്കെ എഴുതി വെക്കും, സഭയിൽ ചെന്നാലും എഴുതി വെച്ചേക്കുക, നിങ്ങൾ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. അതെന്താ അങ്ങനെ? പണ്ടൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ഇഷ്ടമുള്ള സാധനം എടുത്ത് പോക്കറ്റിൽ വെച്ചല്ലെങ്കിൽ ബാഗിൽ വെച്ചുകൊണ്ട് പോകുന്ന ആരും അറിയില്ല, രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ഈ അടുത്തിടയ്ക്ക് ഒരു കൊച്ചിനോട് അപ്പം പറഞ്ഞു, പണ്ടൊക്കെ 100 രൂപയും കൊണ്ട് ഞങ്ങൾ കടയിൽ പോയ എല്ലാ സാധനവും കിട്ടുമായിരുന്നു, ഇപ്പം നീ 1000 രൂപ കൊണ്ട് പോയിട്ടും ഒന്നും തികയുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, അന്ന് ക്യാമറ ഇല്ലായിരുന്നു പറഞ്ഞു. ഹല്ലേലൂയ. വാരി വെച്ചുകൊണ്ട് പോന്നാലും ആരും കാണുകയില്ല. ഇപ്പം മുൻപിലോട്ട് വരുമ്പോൾ പറയും, ചേച്ചി അവിടെ നിന്നേ, ആ ബാഗിൽ വെച്ച സാധനം. ഞാനൊന്നും വെച്ചില്ലോ, ഞങ്ങളുടെ TV-യിലോട്ട് നോക്കിയേ ചേച്ചി വെച്ച സാധനം. അത് ഈ കൈ കൊണ്ട് ചെയ്യുന്നതൊക്കെ അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന പുസ്തകം പറയുന്നു, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ പോലും റെക്കോർഡ് ചെയ്യുക. അപ്പം അതെന്തോ ക്യാമറയോ, അതെന്ത് ക്യാമറയാണെന്നറിയാവോ? ഇന്ന് ആ CCTV ക്യാമറ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ മേലും അത് പതിഞ്ഞിട്ടുണ്ട്. നീ ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്ന ചിന്തകൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യുക. നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം മാത്രമല്ല, നീ അകത്തിരുന്ന് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. അവനെ മറച്ച് എന്തായാലും ചെയ്യാൻ പറ്റുമോ? അവനറിയാതെ എന്തായാലും സംസാരിക്കാൻ പറ്റുമോ? ഓ, ഞാനിപ്പോൾ അമ്മമ്മയുടെ കാര്യം പറഞ്ഞേ ഉള്ളെന്ന് പറഞ്ഞ് കൈ കുലുക്കുമ്പോൾ എന്താ പറഞ്ഞതെന്ന് സ്വത്രം. അതൊക്കെ അതിനും കൂടെ ഒരു വിഷയം വന്നാൽ നമ്മൾ തെണ്ടിപ്പോ. വിചാരം അറിയുന്ന ഒരു വിഷയം വന്നാൽ നമ്മുടെ കാര്യം പോക്കാം. ഓ, ആൻറ്റിയുടെ കാര്യം ഞങ്ങളിപ്പോൾ പറഞ്ഞേ ഉള്ളെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് തന്നെ നല്ലതാന്നല്ലേ, അത് അന്നേരം റെക്കോർഡ് ചെയ്ത് കാണിക്കുവാന്നല്ലോ, തീർന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ.